2019 വിജയം, അടൂർ പ്രകാശ് നേടിയ വിജയം, അത് ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കണക്കിലെഴുതണോ അതോ അടൂർ പ്രകാശിൻ്റെ കണക്കിലെഴുതണോ എന്നതിലൊരു സംശയമുണ്ട്. അത്ര സമർത്ഥമായാണ് അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ കോന്നിയിൽ അദ്ദേഹം തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മാറിയതോടെ കോന്നി കോൺഗ്രസിന് നഷ്ടമായി. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിക്കാനെത്തുമ്പോൾ അടൂർ പ്രകാശ് ആദ്യമായിട്ട് ഉന്നയിച്ച പ്രശ്നം അവിടുത്തെ ഇരട്ട വോട്ടുകളായിരുന്നു. അത് അദ്ദേഹം വലിയ ചർച്ചാ വിഷയമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന് ഇടപെടേണ്ടി വന്നു. ഇക്കുറിയും അദ്ദേഹം അത് ഉയർത്തി. ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് വിശദീകരിച്ചു, ഇരട്ട വോട്ടുകളൊക്കെ നീക്കം ചെയ്തു എന്നുള്ളത്. ഈ അടൂർ പ്രകാശ് എന്നുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിന് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ്, അതുപോലെ ആത്മവിശ്വാസം, അത് എത്രത്തോളം വലുതാണ്? അടൂർ പ്രകാശ് നല്ല ഒരു പൊളിറ്റീഷ്യനാണ്, പൊളിറ്റിക്കൽ മാനേജറാണ്. അത് ഇപ്പം മാത്രമല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, KSUവിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, അദ്ദേഹം KPCCയിൽ പ്രവർത്തിക്കുന്ന കാലത്ത്, എല്ലാ സമയത്തും അദ്ദേഹം നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും നല്ല പൊളിറ്റിക്കൽ മാനേജർ ആവുകയും നല്ല PR കാത്തു സൂക്ഷിക്കുകയും ചെയ്ത നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് സപ്പോർട്ട് മെക്കാനിസം എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ കോന്നിയിൽ മത്സരിക്കുമ്പോൾ, കോന്നി സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. VS ചന്ദ്രശേഖർ തുടങ്ങിയ, പത്മകുമാർ തുടങ്ങിയവർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. പക്ഷെ അടൂർ പ്രകാശ് അവിടെ വന്നതോടുകൂടി കോന്നിയുടെ പൊളിറ്റിക്കൽ ഫേസ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഫേസ് അടൂർ പ്രകാശ് മാറ്റി. ഇവിടെ ആറ്റിങ്ങൽ വന്നപ്പോൾ സമ്പത്തിനെ പോലെ വളരെ പരിചയസമ്പന്നനായ, മണ്ഡലത്തെക്കുറിച്ച് നന്നായിട്ടറിയാവുന്ന ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ അതുപോലെ തന്ത്രങ്ങൾ അറിയുന്ന ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ്. അടൂർ പ്രകാശ് ഒഴിച്ച് വേറെ ആരെങ്കിലും, ഈവൻ വക്കം പുരുഷോത്തമൻ പോലും അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ തോറ്റുപോകുമായി. പക്ഷെ അടൂർ പ്രകാശ് തന്റെ തന്ത്രങ്ങളല്ലാത്ത ഒരു രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുകയും വളരെ ബുദ്ധിപൂർവം ഇലക്ഷനെ നേരിടുകയും ചെയ്ത നേതാവാണ്. ഒരു സംശയവുമില്ല. ഇതിലൊന്നും കേരളത്തിലുള്ള ഒരു പത്രപ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി അടൂർ പ്രകാശിനെ തുണച്ച രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ വരവ്. രാഹുൽ ഗാന്ധിയുടെ വരവിലൂടെ എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും ഒരു 10% അല്ലെങ്കിൽ 12% വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിന്ന വോട്ടുകളെ സ്വാധീനിക്കാൻ. രണ്ടാമതായി, അടൂർ പ്രകാശിന്റെ സമുദായം N ബ്ലോക്കായിട്ട് അടൂർ പ്രകാശിന് പിന്നിൽ അണിനിരന്നു. അതിലുപരി ശിവഗിരി മഠത്തിന്റെ സപ്പോർട്ടും അടൂർ പ്രകാശിന് ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് കടന്നു കയറിയതെന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നു. 50,000-ൽ താഴെയുള്ള മാർജിൻ ഒന്നും അത്ര വലിയ കാര്യമല്ല. ശശി തരൂർ പോലും അവിടെ തിരുവനന്തപുരത്ത് വലിയ മാർജിനോടുകൂടി വിജയിച്ചു. അതിൽ ഷാനിമോൾ ഉസ്മാൻ മാത്രമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ അനുകൂല ഘടകങ്ങൾ ഇല്ലാതായ ഒരു കോൺഗ്രസ് നേതാവ്. ബാക്കി ഒട്ടുമിക്കവാറും നേതാക്കന്മാർ വളരെ ജനകീയനായിട്ടുള്ള ഇന്നസെന്റ് പോലും ബെന്നി ബെഹനാനോട് തോറ്റത് വലിയ മാർജിനിലാണ്. അപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ആരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമല്ല. പക്ഷെ ഈ തവണത്തെ 2024 ഇലക്ഷൻ 2019 നിന്ന് വളരെ വ്യത്യസ്തമാണ്. വളരെ വ്യത്യസ്തം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്.
പ്രകടമായിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധി വേവ് കേരളത്തിൽ അലയടിക്കുന്നതായിട്ട് കാണുന്നില്ല. രണ്ടാമത്, BJP അഗ്രസീവായിട്ട് ഒരു അക്കൗണ്ട് തുറക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ക്രിസ്ത്യൻസിൽ ഒരു വല്ലാത്ത ഡിവിഷൻ ഉണ്ടാക്കാനായിട്ട് ഈ മണിപ്പൂര് പോലും ഉണ്ടായിട്ടും ചില ക്രൈസ്തവ സഭകൾ BJPയെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പിന്നീട് ഈഴവ കമ്മ്യൂണിറ്റി, അവർ വെള്ളാപ്പള്ളിയുടെ കൂടെയാണോ മറ്റുള്ളവരുടെ കൂടെയാണോ എന്നുള്ളതല്ല, ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയൊരു പങ്ക്, ചിലപ്പോൾ 10%, 5%, അവർ BJPയെ സ്വാഗതം ചെയ്യുന്നതിന്റെ വക്കിലാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആറ്റിങ്ങലിൽ ആര് ജയിക്കും ആര് തോൽക്കും പറയാനായിട്ട് പറ്റില്ല. കാരണം മുരളീധരൻ സ്വാധീനിക്കുന്ന വോട്ടുകളിൽ ഇവരുടെ ജയാപജയങ്ങളെ വല്ലാതെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.